ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവരെ, നോമ്പുകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണിന്ന്. ഫലപ്രദമായ ആത്മീയ അനുഗ്രഹങ്ങളേറെ ലഭിക്കുന്ന ഒരു നല്ല നോമ്പുകാലം ഏവർക്കും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ സുവിശേഷം സഭ നമുക്ക് നൽകുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അതിന് തൊട്ടു മുൻപ് യേശുവിൻ്റെ വംശാവലി നമ്മൾ കാണുന്നുണ്ട്. ആ വംശാവലി അവസാനിക്കുന്നത് ആദത്തിലാണ്. ആദത്തിൽ നിന്ന് ആരംഭിക്കുന്ന വംശാവലി യേശുവിൽ ചെന്ന് നിൽക്കുന്നു. ലൂക്കായത് അവതരിപ്പിക്കുന്നതിന് കാരണം, ആദം, നമ്മുടെ ആദിപിതാവായ ആദം തനിക്ക് പ്രലോഭനമുണ്ടായപ്പോൾ അതിൽ വീണ് ഈ ലോകത്തിന് മുഴുവൻ വേദനയുളവാക്കുന്ന പാപത്തിൻ്റെ ഫലം പേറേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഈ ലോകത്തെ, മനുഷ്യവർഗത്തെ മുഴുവൻ കൊണ്ടുചെന്ന് എത്തിച്ചുവെങ്കിൽ, യേശു പ്രലോഭകനെ നേരിട്ടപ്പോൾ അവനെ വിജയിക്കുന്നു. എങ്ങനെ വിജയിക്കാമെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇതാണ് ഇന്നത്തെ ദിവസം സഭ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മളവിടെ കാണുന്നു 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. 3-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയും ഇവൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ആ വലിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും പ്രീതിയുടെയും ഏറ്റവും വലിയ ആ മാറ്റുലി അവിടെ കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ ആത്മാവ് യേശുവിനെ നയിക്കുന്നത് മരുഭൂമിയിലേക്കാണ്. നമുക്കത് വിരോധാഭാസമായിട്ട് തോന്നാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലും വരുന്ന അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ, വലിയ കൃപയിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഉടനടി അത് നമ്മിൽ നിന്ന് എടുത്തു കളയാനായിട്ട് സാത്താൻ പരിശ്രമിക്കും എന്നുള്ളതാണ് വാസ്തവം. അത് നമ്മൾ തിരിച്ചറിയാതെ വരുമ്പോൾ ആധ്യാത്മികമായിട്ട് നമ്മൾ ഉയരത്തിലാണ്, നമ്മൾ സുസ്ഥിതിയിലാണ്, ഭദ്രമായ അവസ്ഥയിലാണെന്നൊക്കെ കരുതുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ പ്രലോഭനം, വലുതോ ചെറുതോ ആയ പ്രലോഭനം വരികയും നമ്മളതിൽ വീണു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്കൊരു അടയാളം തരാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു പാഠം നൽകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ ഈ പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് ഈശോ ഈ മരുഭൂമിയിലെ പരീക്ഷകൾ നേരിടുന്നതും അവയെ വിജയിക്കുന്നതും എന്ന് നമ്മൾ പരീക്ഷണം മനസ്സിലാക്കുക. അതിൻ്റെ സ്വഭാവമാണ്. ഗ്രീക്ക് മൂലത്തിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ടെസ്റ്റിംഗ് എന്നും ടെംപ്റ്റിംഗ് എന്നും അതിന് വിവർത്തനം വരാം. ടെസ്റ്റിംഗ് ദൈവം തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിക്കുന്നു, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം പരീക്ഷിക്കുന്നു. നാം ഈ വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കുന്നു. ആ ടെംപ്റ്റിംഗ് നമുക്കറിയാം, നമ്മൾ വീണു പോകുന്നു, പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് വീണു പോകുന്നതാണ്. ഈശോ തന്നെ സ്വന്തമായിട്ട് തനിക്കുണ്ടായ ഈ പരീക്ഷയെപ്പറ്റി ശിഷ്യന്മാരോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണല്ലോ നമ്മൾ ഇന്ന് ഈശോയ്ക്ക് ഈ അനുഭവം ഉണ്ടായി നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈശോ തന്നെ വെളിപ്പെടുത്തിയൊരു കാര്യമാണ് തനിക്കുണ്ടായ പരീക്ഷണങ്ങൾ. അതെന്തിനായിരിക്കാം? ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണല്ലോ നമ്മൾ വായിക്കുന്നത്: നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അപ്പോൾ ഈശോ മനുഷ്യനെന്ന നിലയിൽ പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പോൾ അവിടത്തേക്ക് നമ്മുടെ പരീക്ഷണങ്ങളും അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുപക്ഷെ വീണു പോകുന്ന പ്രലോഭനങ്ങളൊക്കെ കർത്താവിനറിയാം. പക്ഷെ കർത്താവ് പാപത്തിൽ നിന്ന് അകന്ന് പരീക്ഷകളുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയവനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ
പരീക്ഷകളിൽ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം. 1 യോഹന്നാൻ 2-ാം 16-ാം വാക്യം ഇപ്രകാരമാണ്: ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള പ്രലോഭനങ്ങളായിട്ട് അനുദിനവും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 10-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മനുഷ്യ സാധാരണമല്ലാത്തൊരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അതും നമ്മുടെ മനസ്സിലെ വലിയ ഒരു ആശ്വാസം തരുന്നു. പ്രലോഭനങ്ങൾ ഉണ്ടാകാനായിട്ട് തീർച്ചയായിട്ടും പ്രലോഭനങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത് നിൻ്റെ ശക്തിക്കപ്പുറം ഉള്ള പ്രലോഭനങ്ങൾ ദൈവം അനുവദിക്കുകയില്ല. ഇനി പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്നാണ് ശ്ലീഹ തുടർന്ന് 13-ാമത്തെ വാക്യത്തിൽ തന്നെ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണങ്ങളുണ്ടാകും, പ്രലോഭനങ്ങളും ഉണ്ടാകാം. പക്ഷെ അവയെ എങ്ങനെ അതിജീവിക്കണമെന്നാണ് ഈശോയും അതുപോലെ തന്നെ ശിഷ്യന്മാരും പൗലോസ്ലീഹായുമൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്, നമ്മൾ ഓരോ പ്രലോഭനങ്ങളെപ്പറ്റിയും ചിന്തിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. 1-ാമത്തെ പ്രലോഭനത്തിൽ പ്രത്യേകമായിട്ട് ഇപ്രകാരം പറയുന്നു: ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. സ്വാഭാവികമായ മാനുഷികമായ ശാരീരികമായ ആഗ്രഹങ്ങളും സന്തോഷവും അതിന് പ്രാധാന്യം കൊടുക്കാൻ പറയുമ്പോൾ ഒരു ഉയർന്ന തത്വത്തിലേക്ക്, ദൈവികമായ ഒരു ഭാവത്തിലേക്ക് വളരാൻ പ്രത്യേകമായിട്ട് ഈശോ പറയുകയാണ്. മനുഷ്യൻ ജീവിക്കുന്നത് ഈ ലോകം കൊണ്ട് അല്ല, മനുഷ്യൻ ജീവിക്കുന്നത് പ്രത്യേകമായി ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. 2-ാമത്തെ പ്രലോഭനത്തിൽ പ്രത്യേകമായിട്ട് അവിടെ പിശാച് പറയുന്നതാണ്: എല്ലാ അധികാരവും മഹത്വവും എനിക്ക് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് വ്യാജമാണ്, നമുക്കറിയാം. പ്രലോഭനം എന്താണ്? നമുക്ക് ആഗ്രഹമുള്ളത് ചെയ്യാനുള്ള ശക്തി ഉണ്ടായെങ്കിൽ എന്ന് നമ്മൾ കരുതാറുണ്ട്. നമുക്ക് എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം, എല്ലാം നമ്മുടെ കാൽക്കീഴിലാക്കാനുള്ള ആഗ്രഹം. പക്ഷേ അവിടെ ഉത്തരമായിട്ട് എന്താണ് പറയുന്നത്? യേശു പറയുന്നുണ്ട്, ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ. ദൈവം മാത്രം മതി. ദൈവമാണ് എല്ലാം നിന്നെ പരിപാലിക്കുന്നത്, നിന്നെ നിലനിർത്തുന്നത് എന്നുള്ളൊരു ഓർമ്മ വേണം. നിൻ്റെ കഴിവിനും ശക്തിക്കും അപ്പുറത്താണ് കാര്യങ്ങൾ. ദൈവമെല്ലാം പരിപാലിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ വേണം. 3-ാമത്, ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ യേശുവിനെ നിർത്തുന്ന പിശാച് എന്താണ് നമ്മോട് പറയുക? നമ്മളൊക്കെ സ്തുതിയും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഈശോയുടെ ഉത്തരം എന്താണ്? ഈശോ പ്രത്യേകമായിട്ട് പറയുന്നത് ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ. ദൈവത്തോട്, കർത്താവിനോടൊരു ആത്മബന്ധം നിനക്ക് ആവശ്യമാണ്. മറ്റുള്ളതൊന്നുമല്ല നിന്നെ താങ്ങി നിർത്തുക. നിനക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിൻ്റെ ജീവിതത്തിൽ താങ്ങി നിർത്തേണ്ടത് ലോകത്തിൻ്റെ അംഗീകാരമല്ല, ദൈവവുമായുള്ള ബന്ധമാണ്. ഇതൊക്കെയാണ് കർത്താവ് ഈ 3 തരത്തിലുള്ള ഈ പ്രലോഭനങ്ങളെ നേരിട്ട് നമ്മോട് പറയുക. ഒരു ഭാഗത്ത് സെൽഫിന്, എന്നെ വയ്ക്കാൻ ഉള്ള പ്രലോഭനം, മറുഭാഗത്ത് കർത്താവിനെ എല്ലാത്തിനും മേലായി പ്രതിഷ്ഠിക്കാനുള്ള ഒരു വലിയ പ്രചോദനം. അപ്പോൾ ഈ പ്രലോഭനത്തിന് മേൽ ദൈവികമായ പ്രചോദനം വിജയം നേടുമ്പോൾ നമ്മൾ ഈശോയോടൊപ്പമായി, ഈശോയുടെ രാജ്യത്തിൽ അംഗമായി, പിശാചിൻ്റെ രാജ്യത്തെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈ 3 കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രലോഭനങ്ങളെ ഏറ്റവും ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് നേരിടാനുള്ള കൃപ കർത്താവ് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.